സംസ്ഥാനത്ത് 47 IAS IPS ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് കേസുള്ളതായി വിവരാവകാശ രേഖ. കേസ് 32 IAS ഉദ്യോഗസ്ഥർക്കെതിരെയും 15 IPS ഉദ്യോഗസ്ഥർക്ക് എതിരെയുമാണ്. സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരായ 47 പേർ വിവിധ കേസുകളിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്നുവെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. TO സൂരജും ടോമിൻ തച്ചങ്കരിയുമാണ് അന്വേഷണം നേരിടുന്നവരുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ളത്. ഇരുവർക്കുമെതിരെയും 5 കേസുകളിലാണ് അന്വേഷണം നടക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനം, സിഡ്കോയിലെ അനധികൃത നിയമനം, അനധികൃതമായി സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയെന്ന ആരോപണം തുടങ്ങിയവയാണ് TO സൂരജിനെതിരെയുള്ള കേസുകളിൽ ചിലത്. വാഹനങ്ങളിൽ സ്പീഡ് ഗവർണർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അഴിമതി, കൺസ്യൂമർ ഫെഡിലെ അഴിമതി തുടങ്ങി വിവിധ കേസുകളിൽ ടോമിൻ തച്ചങ്കരിയും അന്വേഷണം നേരിടുന്നുവെന്നും വിജിലൻസിൽ നിന്നും ലഭിച്ച വിവരാവകാശ രേഖയിൽ പറയുന്നു. വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനു. കേരളത്തിൽ മാത്രമായിട്ട് 50-ൽ താഴെ കേസുകളിൽ ഉയർന്ന IAS IPS ഉദ്യോഗസ്ഥന്മാർ പ്രതികളായിട്ടുണ്ട്. അത് വളരെ സുപ്രധാനമായ പദവികളിലിരിക്കുന്ന ആളുകളാണ് ഈ കേസുകൾ നേരിടുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ, ടോം ജോസ്, VJ കുര്യൻ, ഷേഖ് പരീദ്, ബാലകൃഷ്ണൻ, ശങ്കർ റെഡ്ഡി, മനോജ് എബ്രഹാം തുടങ്ങിയവരും വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. പല കേസുകളിലും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചതായും മറ്റുള്ളവയിൽ അന്വേഷണം നടന്നുവരുന്നതായും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിക്കെതിരെയുള്ള 2 കേസുകൾ വിധി പറയുന്നതിനായി ഈ മാസം 8-ലേക്ക് മാറ്റി. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയുടേതാണ് തീരുമാനം. സോളാർ കേസ് അട്ടിമറിച്ചതും ജേക്കബ് തോമസിന് നൽകിയ വിവാദ കത്ത് സംബന്ധിച്ച കേസിലുമാണ് കോടതി വിശദമായ വാദം കേട്ടത്. ഹൈക്കോടതി തള്ളിയ പരാതിയാണ് ഹർജിക്കാരൻ ഉന്നയിക്കുന്നതെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമമെന്നും വിജിലൻസ് പ്രോസിക്യൂഷൻ വാദിച്ചു. രേഖകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് വിജിലൻസ് കോടതി അറിയിച്ചു. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി, ആര്യാടൻ മുഹമ്മദ് എന്നിവരെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന പൊതുപ്രവർത്തകൻ പായിച്ചിറ നവാസ് പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതി വിജിലൻസ് മേധാവിയായിരുന്ന ശങ്കർ റെഡ്ഡി പൂഴ്ത്തിയെന്നായിരുന്നു കേസ്. മുഖ്യമന്ത്രിക്കും P ജയരാജനുമെതിരെ പോലീസുകാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മങ്ങാട്ടുപറമ്പ് KAPയിലെ വിനു പാലക്കൽ ആണ് പോസ്റ്റ് ഇട്ടത്. മുഖ്യമന്ത്രിയുടെ ശ്രീകൃഷ്ണ വേഷത്തിലുള്ള ഫോട്ടോയും ഇയാൾ പോസ്റ്റ് ചെയ്തു. ജയരാജനെ ഒറ്റക്കൈനെന്ന് അധിക്ഷേപിച്ചും CPM നേതാക്കളെ പ്രാണൻ പോകുന്ന വേദന അറിയിക്കുമെന്ന ഭീഷണിയും ഇയാൾ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കുഞ്ഞിനെ മുലപ്പാൽ നിഷേധിച്ച സംഭവത്തിൽ മന്ത്രവാദി അറസ്റ്റിൽ. മുക്കം പോലീസാണ് കള്ളന്തോട് സ്വദേശി ഹൈദ്രോസ് തങ്ങളെ അറസ്റ്റ് ചെയ്തത്. അതേസമയം തങ്ങളുടെ വീട്ടിലേക്ക് DYFI മാർച്ച് നടത്തി. ഇപ്പോൾ മന്ത്രി AK ബാലൻ സർവകക്ഷി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് കണ്ണൂരിൽ സംസാരിക്കുന്നു. തത്സമയം 11 മണിക്ക് ചേർന്ന യോഗമാണ്. അത് 1 മണിക്കാണ് അവസാനിച്ചത്. 21 രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 30 പേരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചർച്ചയായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ സമീപനത്തോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ടാണ്, വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരണങ്ങൾ ഉണ്ടായത്. അപ്പം അതിൻ്റെ ഭാഗമായി ചില തീരുമാനങ്ങൾ മുമ്പേ തന്നെ എടുത്തിട്ടുണ്ട്. അത് കുറേ കൂടി ഫലപ്രദമായി പ്രയോഗത്തിൽ വരുത്തുന്നതിനുള്ള അടിയന്തര ഇടപെടലാണ് നടത്താൻ പോകുന്നത്. 24-ൻ്റെ യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജില്ലാതല നേതാക്കന്മാർ പങ്കെടുത്തതാണ്. ആ യോഗത്തിൻ്റെ ചർച്ചയുടെ ഭാഗമായി ജില്ലാ കലക്ടർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അത് ഒരു പൊതുധാരണയുടെ പേരിൽ അംഗീകരിക്കുകയും ചെയ്തു. അതിൻ്റെ തുടർ നടപടികളിപ്പോൾ താഴെ തട്ടിലെത്തി കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് കുറേ കൂടി സമഗ്രതയും അതുപോലെ തന്നെ ഫലപ്രദമായി എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള മുന്നോട്ടുള്ള പോക്കിൽ ഈ യോഗം വളരെ സഹായകമാണ്. അന്ന് എടുത്തത് സ്ഥലം SI കൺവീനറായും വില്ലേജ് ഓഫീസർ ജോയിൻറ്റ് കൺവീനറായും രൂപീകരിക്കുന്ന കമ്മിറ്റി എല്ലാ മാസവും 3-ാമത്തെ ശനിയാഴ്ച യോഗം ചേരും. രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, സംഘടനാ ഭാരവാഹികൾ, അധ്യാപകർ, സമാധാന താൽപരരായിട്ടുള്ള പൊതുജനങ്ങൾ തുടങ്ങി എല്ലാവരും യോഗത്തിൽ പങ്കെടുക്കും.
3, ഇനിയൊരു അക്രമ സംഭവം, കൊലപാതകം ജില്ലയിൽ ഉണ്ടാവില്ലെന്ന് പ്രത്യാശിക്കുന്നതോടൊപ്പം അഥവാ അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പാണെങ്കിൽ അന്ന് 5 മണിക്ക് തന്നെ കളക്ടറേറ്റിൽ സർവകക്ഷി യോഗം ചേരും. 5 മണിക്ക് ശേഷമാണെങ്കിൽ പിറ്റേ ദിവസം യോഗം ചേരും. 4ാമതായി തീരുമാനിച്ചത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ജില്ലയുടെ ചുമതല വഹിക്കുന്ന 3 നേതാക്കളുടെ പേര് വിവരങ്ങൾ നമ്പർ സഹിതം ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കണം. പ്രസ്തുത പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സർവകക്ഷി സമാധാന സംഘം രൂപീകരിക്കും. അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ സംഭവ സ്ഥലം സന്ദർശിച്ച് സമാധാന ശ്രമങ്ങൾ നടത്തും. 5, പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രം സമാധാന യോഗം നടത്തുന്ന പതിവ് അവസാനിപ്പിക്കും. എല്ലാ മാസവും സർവകക്ഷി യോഗങ്ങൾ വില്ലേജ് തലത്തിൽ ചെയ്യും. ഇതാണ് അന്ന് തീരുമാനിച്ചത്. ഇന്ന് യോഗത്തിൻ്റെ തീരുമാനപ്രകാരം 2 കാര്യങ്ങൾ കൂടി ഞങ്ങൾ തീരുമാനിച്ചു. ഒന്ന്, ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ഒരു സമാധാന ശാന്തി യാത്ര നടത്തും. അതിൽ ഈ പറഞ്ഞ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും ജനപ്രതിനിധികളും എല്ലാം ആ ശാന്തി യാത്രയിലുണ്ടാകും. ഇനി ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ആ ബന്ധപ്പെട്ട കക്ഷിക്കായിരിക്കും. അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഓൺ ചെയ്യില്ല. ആ പാർട്ടിയെ പൊതുവിൽ ഒറ്റപ്പെടുത്തും, ഇതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഏതായാലും. അപ്പോൾ ഇനി ഒരു സംഭവം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ആലോചിച്ചിട്ട് അതിനി ഉണ്ടാകും. കാരണം അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ആ പാർട്ടി ഏറ്റെടുക്കേണ്ടി. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു ഭീതിയില്ലാതെ ജീവിക്കാനുള്ള അന്തരീക്ഷം നമുക്കിവിടെ ഉണ്ടാക്കണം. അതിനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എത്തണം. അതുകൊണ്ട് പഴയ കാര്യങ്ങൾ ചർവിത ചർവണം നടത്തി പോസ്റ്റ്മോർട്ടം നടത്തി ഇന്നയാളാണ് ഇതിന് ഉത്തരവാദി, ആ രൂപത്തിൽ ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കാരണം അതിൽ നമുക്കൊരു പൊതു കോൺസെൻസസിലേക്ക് എത്താൻ പറ്റില്ല. ഏറ്റക്കുറച്ചിലോടുകൂടി എല്ലാ ആൾക്കാർക്കും അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടാകും. ഇനി ഒറ്റ കാര്യം നമ്മുടെ മുമ്പിലുള്ളൂ, പരിപൂർണമായ സമാധാനം. ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സമാധാനപരമായി ജോലി ചെയ്യാൻ കഴിയണം. വീട്ടിൽ കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയണം. സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ആശങ്കയില്ലാതെ ഭീതിയില്ലാതെ രക്ഷിതാക്കൾക്ക് വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കാൻ പറ്റണം. കണ്ണൂരിൽ പരിപൂർണമായും ശാന്തതയുള്ള ഒരു ജില്ലയായി, ഭീതിരഹിതമായൊരു ജില്ലയായി മാറ്റാൻ കഴിയണം. അതിന് 100% ഇന്നത്തെ യോഗത്തിൽ പൊതുധാരണയിലെത്തിയിരിക്കുന്നു. ഇതിനനുസരിച്ച് ഈ സന്ദേശം നാട്ടിലേക്ക് എത്തിക്കുന്നതിനും ഇനി ഒരു അനിഷ്ട സംഭവം ഇവിടെ ആവർത്തിക്കാതിരിക്കാനും പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെ നല്ല സഹായം ഉണ്ടാകും. ഇതാണ് പൊതുവിൽ സൂചിപ്പിക്കാറുള്ളത്. അല്ല, പോലീസ് പൂർണ്ണമായും നിഷ്പക്ഷമായിരിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. നിഷ്പക്ഷമല്ല എന്ന് ഏതെങ്കിലും കക്ഷിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ജില്ലാ കളക്ടറെ അറിയിക്കാം, ഗവൺമെൻറ്റിനെ അറിയിക്കാം. അത് നിഷ്പക്ഷമായിരിക്കും എന്ന് ഗവൺമെൻറ് തെളിയിക്കും. അതാണ് പിണറായി ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത. ഏത് ഭാഗത്ത് നിന്ന് ഉണ്ടായാലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു പരിരക്ഷയും നിയമവിരുദ്ധമായിട്ടുള്ള അംഗീകരിക്കാൻ പറ്റാത്ത ഒരാക്ഷനും ഉണ്ടാകില്ല. ഗവൺമെൻറ്റിൻ്റെ സഹായം ഉണ്ടാകുകയില്ല. നിഷ്പക്ഷമായിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാകില്ല.
അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഗവൺമെൻറ്റുമായിട്ട് ബഹുമാനപ്പെട്ട CM-ഉമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കും. അത് പൂർണ്ണമായിട്ട് ഇപ്പം അതിൻ്റെ കണക്ക് എനിക്ക് കിട്ടിയില്ല. കളക്ടർ എടുക്കണ്ടോ? ഇപ്പോൾ എത്രയുണ്ട്? 40 മീറ്റിംഗ് 40 സെഷനുകളിൽ വെച്ച് അത് സാർവത്രികമായി നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഓരോരോ സ്ഥലത്ത് നമുക്ക് നിശ്ചയിച്ചു കൊടുക്കുക. ശാന്തി യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാദേശികമായിട്ടുള്ളത് സ്റ്റേഷൻ അടിസ്ഥാനത്തിലാണോ നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്? സ്റ്റേഷൻ അടിസ്ഥാനത്തിൽ അത് തീരുമാനിച്ചിട്ടുള്ളത്. അത് അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി ഫൈനലൈസ് ചെയ്യുക. എന്തായാലും ഉണ്ടാവും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് സംഭവം വളരെ ഒരു ടെൻഷൻ അറ്റ്മോസ്ഫിയർ എവിടെയാണോ ഉള്ളത് അവിടെ ആദ്യം നടത്തും. അല്ല, അത് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവർക്കത് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ നിയമസമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉത്തമ വിശ്വാസത്തിൽ സർക്കുലർ ഇറക്കാൻ SP-ക്കും അധികാരമുണ്ട്. അതിലേതെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള ആർബിട്രറി ആയിട്ടുള്ള എന്തെങ്കിലും സമീപനം ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് പരിശോധിച്ച് പിന്നീട് തീരുമാനിക്കും. ഒന്നും പറയാനില്ല. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പറഞ്ഞതുപോലെ നമ്മുടെ ജില്ലയിലെ സമാധാന ശ്രമങ്ങൾക്ക് മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവിധ അകമഴിഞ്ഞ സഹായങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. പ്രാദേശിക തലത്തിലുള്ള നമുക്ക് ഉൾപ്പെടെ അത് പിന്നെ പ്രകാശനം ചെയ്യാൻ അതിന് സന്ദേശം എത്തിക്കുന്ന പരിപാടികളാണ്. മറ്റു കാര്യങ്ങളൊക്കെ മന്ത്രി പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. എന്നിരുന്നാലും ഇന്നത്തെ യോഗി പറഞ്ഞതുപോലെ വളരെ ഫലപ്രദമായിരുന്നു. ചർച്ചകളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ജില്ലാ കലക്ടറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ ശ്രമങ്ങളൊക്കെ പ്രാവർത്തികമാക്കുന്നതിന് അടിയന്തരമായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യങ്ങളിൽ യോഗത്തിന്റെ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കും. അദ്ദേഹത്തിന്റെ കൂടി സമാധാന സർവകക്ഷി യോഗത്തിന് ശേഷം കണ്ണൂരിൽ മന്ത്രിമാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇടവേള. കൊല്ലം DCC ഓഫീസിൽ പരസ്യ മദ്യപാനം. DCC ഓഫീസിൽ സംഘം ചേർന്നിരുന്ന് മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. മദ്യനിരോധനം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചും ഇടതുപക്ഷത്തിന്റെ മദ്യനയത്തെ ആക്ഷേപിക്കുകയും ചെയ്യുമ്പോഴാണ് കൊല്ലം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ മദ്യപിക്കുന്നതിന്റെ ചിത്രം പീപ്പിൾ TV പുറത്തുവിടുന്നത്. DCC ഓഫീസിലെ യോഗം ചേരുന്ന ഹാളിൽ ജവഹർലാൽ നെഹ്റുവിന്റെയും പാതി കാണാനാവുന്ന R. ശങ്കറിന്റെയും ചിത്രങ്ങളെ സാക്ഷി നിർത്തിയാണ് മദ്യപാനം. മദ്യക്കുപ്പി ആദരണീയരുടെ ചിത്രത്തിന് മുന്നിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. മദ്യപാനത്തിനു ശേഷം ലഹരി മൂക്കുന്നതോടെ പിന്നെ കിടപ്പാകട്ടെ പ്രതാപവർമ്മ തമ്പാൻ മുൻകൈയെടുത്ത് നിർമ്മിച്ച പുതിയ മുറിയിലും ചില നേതാക്കന്മാർ മദ്യപിച്ച് DCC ഓഫീസിന് മുന്നിലെത്തി ബഹളം വെച്ച സംഭവങ്ങളും അങ്ങാടിയിൽ പാട്ടാണ്. പരസ്യമായി ഒരു കോൺഗ്രസ് ഓഫീസിൽ മദ്യപിക്കുന്നത് പ്രവർത്തകരാണെങ്കിലും മദ്യനിരോധന നയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആത്മാർത്ഥതയില്ലായ്മയാണ് ഈ ചിത്രങ്ങളിലൂടെ പുറത്തുവരുന്നത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്ത് പാർട്ടി നയങ്ങളും തത്വങ്ങളും കൊടിക്കുന്നിൽ സുരേഷ് അട്ടിമറിക്കുന്നതായി ഇപ്പോഴും DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കപ്പെടാത്ത എഴുകോൺ സത്യശീലൻ. തട്ടിക്കൂട്ട് പരിപാടികൾ കൊണ്ട് കോൺഗ്രസിനെ രക്ഷിക്കാൻ ആകില്ലെന്നും പാർട്ടി ഘടകങ്ങളെ വിശ്വാസത്തിൽ എടുക്കാതെയാണ് താൽക്കാലിക DCC അധ്യക്ഷന്റെ പോക്കെന്നും തകർന്ന പാർട്ടിയുടെ അടിത്തട്ട് ശക്തിപ്പെടുത്താൻ കൊടിക്കുന്നിലിനാകില്ലെന്നും സത്യശീലൻ കുറ്റപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ജില്ലയിൽ കോൺഗ്രസിന്റെ അടിത്തട്ട് തകർന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായാണ് കഴിഞ്ഞ ദിവസം കൊല്ലം കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ശുഷ്കമായ പങ്കാളിത്തത്തെ ജില്ലയിലെ സത്യശീലൻ ഉൾപ്പെടെയുള്ള A ഗ്രൂപ്പ് നേതാക്കൾ തെളിവായി ചൂണ്ടിക്കാട്ടുന്നത്. KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്ത പ്രതിഷേധ മാർച്ചിൽ 100-ൽ താഴെ മാത്രമാണ് പങ്കെടുത്തത്. പാർട്ടി നയമോ തത്വങ്ങളോ നോക്കാതെ DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് ഒപ്പിക്കൽ പരിപാടി നടത്തി കോൺഗ്രസിനെ സർവനാശത്തിലേക്ക് തള്ളിവിടുന്നതായി എഴുകോൺ സത്യശീലൻ തുറന്നടിച്ചു. പാർട്ടി തത്വങ്ങളും ലക്ഷ്യങ്ങളും മറികടന്ന് എവിടെങ്കിലും ഒരു വിഷയം പൊക്കിപ്പിടിച്ച് മുന്നോട്ട് ഓടുകയാണ് ഇപ്പോൾ ഇരിക്കുന്ന പാർട്ടിയുടെ ജില്ലയിലെ നേതൃത്വത്തിൻ്റെ പോക്ക്. അത് അപകടകരമായ കാര്യമാണ്. പാർട്ടിയുടെ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് പാർട്ടിയുടെ ബന്ധപ്പെട്ട ഘടകങ്ങളുമായി ആലോചിച്ച് പ്രശ്നങ്ങൾ തീരുമാനിച്ചു പോയില്ലെങ്കിൽ ഇത് നിലനിൽപ്പിൽ അത് ആ അടിത്തറ
ഉറപ്പിച്ചു കൊണ്ടുപോകാൻ ഇപ്പോഴിരിക്കുന്ന നേതൃത്വത്തിന് കഴിയില്ല. കോൺഗ്രസിനെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ കൊടിക്കുന്നിൽ സുരേഷിനോ ഏതാനും കൂട്ടാളികൾക്കോ കഴിയുന്നില്ലെന്നും ഇച്ഛാശക്തിയും നേതൃപാഠവുമുള്ള നേതാവിനെയാണ് ജില്ലയുടെ ചുമതല ഏൽപ്പിക്കേണ്ടതെന്നും എഴുകോൺ സതീശൻ വ്യക്തമാക്കി. പരിപാടികൾ കൊണ്ട് കോൺഗ്രസിനെ രക്ഷിക്കാനാവില്ലെന്നും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ മൂലം പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർ നിരാശയിലാണെന്നും കൊടിക്കുന്നിൽ വിരുദ്ധ AI ഗ്രൂപ്പുകൾ പറയുന്നു. മാത്രമല്ല VM സുധീരൻ ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നത് ആശാസ്യമല്ലെന്നും നേതാക്കന്മാർ ചൂണ്ടിക്കാട്ടി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. സർവകക്ഷി സമാധാന യോഗം കണ്ണൂരിൽ പൂർത്തിയായിരിക്കുന്നു. ജോഷില ചേരുന്നു വിശദാംശങ്ങളുമായി. ജോഷില, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് സമാധാന ശ്രമങ്ങൾക്കായി ഉയർന്നു വന്നത്? ചർച്ചയിൽ ആരൊക്കെയാണ് പങ്കെടുത്തത്? രജീഷ്, മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി സമാധാന യോഗം കണ്ണൂരിൽ സമാപിച്ചിരിക്കുന്നു. സമാധാന യോഗത്തിന് ശേഷമുണ്ടായ തീരുമാനങ്ങൾ ഇവയാണ്. കൃത്യമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ശാന്തി യാത്ര നടത്തും. അക്രമ ഉണ്ടായ സ്ഥലങ്ങളിൽ ശാന്തി യാത്ര നടത്തും. മാത്രമല്ല പരിപൂർണമായ സമാധാനം ജില്ലയിൽ ഉറപ്പുവരുത്തും. ഇനി എന്തെങ്കിലും ആക്രമണ സംഭവങ്ങൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കായിരിക്കും പൂർണ്ണമായ ഉത്തരവാദിത്തം. ഇത്തരത്തിൽ എന്തെങ്കിലും ആക്രമണ സംഭവങ്ങൾ അല്ലെങ്കിൽ വധശ്രമങ്ങൾ ഇവയൊക്കെ നടന്നാൽ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നീങ്ങും എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രതിനിധികളും ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മന്ത്രി AK ബാലൻ അല്പസമയം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്തായാലും കണ്ണൂർ ജില്ലയെ സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കുക, പരിപൂർണമായ ശാന്തിയിലേക്ക് നയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു സർവകക്ഷി സമാധാന യോഗം കണ്ണൂരിൽ സംഘടിപ്പിച്ചത്. എന്നാൽ അതുകൊണ്ട് തന്നെ കൃത്യമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നേതാക്കളും ചേർന്ന യോഗത്തിൽ ഏറ്റവും ഗൗരവപൂർണവും കൃത്യവുമായ ചർച്ചകളാണ് നടന്നിട്ടുള്ളത്. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിൽ ശാന്തിയും സമാധാനവും സ്ഥാപിക്കാൻ പരിപൂർണമായി സഹകരിക്കുമെന്ന് എല്ലാ പ്രതിനിധികളും എല്ലാ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ഉറപ്പ് നൽകിയതായി AK ബാലൻ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇനി കണ്ണൂർ ഒരു സമാധാനത്തിലേക്ക് നീങ്ങും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. സമാധാന നീക്കങ്ങൾക്ക് പച്ചക്കൊടി നൽകി കണ്ണൂരിൽ സമാധാന യോഗം പൂർത്തിയായിരിക്കും.